എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഐഡിയ ആയിട്ടാണ്. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലേ. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാണ്ട് കുറച്ച് മടിയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത്. അപ്പോൾ ഞാൻ മാക്സിമം ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കാണാം. ഇന്നത്തെ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ 4-5 പ്ലാസ്റ്റിക് കുപ്പിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമല്ലേ, ഈ ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോ ലൈൻ പോലെ ഇങ്ങനെ കാണില്ലേ, ആ ഭാഗത്തൊക്കെ ഒരു വി ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പെറ്റൽ പോലെ നമുക്ക് തോന്നണം. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കുറച്ച് കളയുക. അപ്പോൾ ഓരോരോ പെറ്റൽസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തോന്നുമല്ലോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കാണുമ്പോൾ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ചായ വന്നു അല്ലേ. ഇനി നമുക്കിതിനൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് കളർ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്പ്രേ പെയിൻറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ, അത് വേഗം തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഉണക്കിയിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ബുക്കിൻ്റെയൊക്കെ ചട്ടയാലും മതി. പിന്നെ വേണ്ടത് ബ്ലാക്ക് ഇതുപോലത്തെ പേപ്പറാണ്. അപ്പോൾ ബ്ലാക്ക് പേപ്പർ ഇല്ലെങ്കിൽ ബ്ലാക്ക് കളർ കൊടുത്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതുപോലത്തെ പേപ്പർ വെച്ചൊന്ന് ഒട്ടിക്കാൻ പോവാണേ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഈ പേപ്പറും ഈ കാർഡ്ബോർഡും തമ്മിലൊന്ന് ഒട്ടിക്കാം. ഈ ഒരു കാർഡ്ബോർഡ് ബ്ലാക്ക് പേപ്പറിൻ്റെ വലുപ്പത്തിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് ഞാൻ ആ രീതിയിലാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ആ ബ്ലാക്ക് പേപ്പർ കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മടക്കി കൊടുക്കാനുള്ളതാണ് കേട്ടോ, ഒന്ന് അപ്പോൾ ഭംഗിയിൽ നിൽക്കാനേ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഓരോ സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. 4 സൈഡിലും ഒരു ചെറിയ സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളിങ്ങനെ പേപ്പർ മടക്കി ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഷേപ്പിൽ നിന്നോളും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ 4 സൈഡിലും ഈ പുറത്ത് നിൽക്കുന്ന ബ്ലാക്ക് കളർ ഭാഗമല്ലേ, അതിങ്ങനെ മടക്കി കൊടുക്കുക ഗമ്മ് തേച്ചിട്ട്. എന്നിട്ട് കറക്റ്റാക്കി ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതാ 4 സൈഡ് ഞാൻ മടക്കി ഒട്ടിച്ചിട്ട് ഈ ഒരു ബോർഡ് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ നേരത്തെ പെയിൻറ്റ് ചെയ്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുള്ള നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഭാഗം. അപ്പോൾ ഇടയിൽ നമ്മൾ ചെറിയ വി കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ, ഒരു പെറ്റലിൻ്റെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. കളറുള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഇതാണ് ഈ ഒരു ബോർഡിൽ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ താഴെ ഒട്ടിക്കാനായിട്ട് ഞാൻ കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫെവിക്കോൾ അതിൻ്റെ ഒരു സൈഡിൽ തേച്ചിട്ട് ഈ രീതിയിലൊരു ചെടിച്ചട്ടിയുടെയൊക്കെ ഏകദേശം ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി ഈ രീതിയിലാണ് ഒട്ടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സും കൂടെ ഇതിലൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ലീഫ് ഇതുപോലെ ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ ഒറിജിനൽ ലീഫാണ്, അതിൽ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലീഫ് ഒറിജിനലായിട്ടുള്ളതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തിരി കട്ടിയുള്ള ലീഫ് എടുക്കണം. ഇതിപ്പോൾ സപ്പോർട്ടയുടെ ഇലയാണ്, അങ്ങനത്തെ കുറച്ച് കട്ടിയുള്ള ഇലകൾ എടുക്കുക കേട്ടോ. മാവിൻ്റെ ഇലയൊക്കെ വേണമെങ്കിൽ എടുക്കുക, ചെറിയ ഇലകൾ നോക്കിയിട്ട് എടുക്കണം. ചെറുതായിട്ട് ഉണങ്ങിയതായാലും കുഴപ്പമില്ല, പച്ചയായാലും കുഴപ്പമില്ല. രണ്ടും നല്ല ഭംഗിയിൽ തന്നെ കാലങ്ങളോളം ഇരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തത് മുമ്പ് ചെയ്തതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഗോൾഡൻ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ ഈ തീപ്പെട്ടിക്കൊള്ളിക്ക് ഗോൾഡൻ കളർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതുപോലെ ഗോൾഡൻ കളർ കുഞ്ഞു കുഞ്ഞു മണികൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ഫ്ലവറിൻ്റെ നടുവിലും കുറച്ച് ഫെവിക്കോൾ തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മണികൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങുമ്പോൾ കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അതുപോലെ നമുക്ക് 4 ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വോൾ ഡെക്കറാണത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലവർ ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ. ആ ഒരു അടിഭാഗം കട്ട് ചെയ്യുക, ഒന്ന് ഷേപ്പ് ചെയ്യുക, അത്രയ്ക്കുള്ള പരിപാടി. പിന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ബാക്കി എല്ലാം ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.